Hi students, welcome to the lecture. We had already completed Kuznets curve and today we are dealing with environment Kuznets curve. So let's move to the curve. Environment Kuznets curve. A modification of Kuznets curve has become popular to chart the rise and subsequent decline in pollution levels of developing economies. Developing economies in അകത്ത് ഉണ്ടാകുന്ന പൊല്യൂഷൻ ലെവൽസിന്റെ റൈസും ഫോളും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കുസ്നെറ്റ്സ് കർവ് മോഡിഫൈ ചെയ്തതാണ് എൻവിറോൺമെന്റ് കുസ്നെറ്റ്സ് കർവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ജീൻ ഗ്രോസ്മാൻ ആൻഡ് അലൻ Krueger in 1955 NBER paper and later popularized by World Bank. The environmental Kuznets curve follows the same basic pattern as the original Kuznets curve. അതായത് ഈ എൻവിറോൺമെന്റ് കുസ്നെറ്റ്സ് കർവ് ആദ്യമായി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജീൻ ഗ്രോസ്മനും അലൻ ക്രൂഗറുമാണ്. അവര് 1995 NBR പേപ്പറിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിനെ പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നത് വേൾഡ് ബാങ്ക് ആണ്. ആൻഡ് ഈ എൻവിയോൺമെന്റൽ കുസ്നെറ്റ്സ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ കുസ്നെറ്റ്സ് കർവിന്റെ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ദസ് environmental indicators deteriorate as an economy industrialize until a turning point is reached. അതായത് ഒരു പെർട്ടിക്കുലർ ഇക്കോണമി ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എൻവിറോൺമെന്റൽ ഇൻഡിക്കേറ്റേഴ്സ് പതുക്കെ പതുക്കെ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഇൻഡിക്കേറ്റേഴ്സ് then begin improve again with the aid of new technology and more money that is funneled back to society to improve the environment. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ഓൾറെഡി നമുക്കുള്ള എൻവിറോൺമെന്റലിന് ഫാക്ടേഴ്സിനൊക്കെ എഫക്ട് ചെയ്യുന്നു ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? പുതിയ ടെക്നോളജി വരുന്നു, പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസസും അതുപോലെ തന്നെ കൂടുതൽ മണി ഫ്ലോയും വന്നു കഴിയുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ എൻവിറോൺമെന്റും ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിറ്റോറിയേഷനിൽ നിന്ന് അത് മുക്തി പ്രാപിക്കാനായിട്ട് തുടങ്ങും. ഇത് നമ്മുടെ ഒറിജിനൽ കുസ്നെറ്റ്സ് കർവിന്റെ സെയിം ഗ്രാഫ് തന്നെയാണ് വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ എൻവിറോൺമെന്റിനെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള തോട്ടിൽ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളൂ. Then there is a mixed empirical evidence to prove the validity of environmental Kuznets curve. Environmental Kuznets curveന്റെ validity prove ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു empirical evidence ഉണ്ട്. For example, carbon emissions have steadily risen for both developed and developing countries. Developed economyക്കും developing economiesനും steadily increase ചെയ്തൊരു കാര്യമാണ് carbon emissions. The development of modern carbon trading infrastructure also means that developed economies are not actually reducing pollution but exporting it to developing economies which are also involved in the producing goods for them. അതായത് ഹിയർ നമുക്ക് കാർബൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ കാർബൺ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് മെഷേഴ്സ് നമ്മുടെ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെവലപ്ഡ് എക്കോണമി എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി അവരുടെ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ്? എക്സ്പോർട്ടിങ് ഇറ്റ് ടു ഡെവലപ്പിംഗ് ഇക്കോണമീസ്. അത് ഡെവലപ്പിംഗ് ഇക്കോണമീസിനോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, വിച്ച് ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ദ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഫോർ ദം. അതായത് ഡെവലപ്പിംഗ് ഇക്കോണമീസ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി ഇത് ഒരിക്കലും എന്താണ് ഡെവലപ്ഡ് ഇക്കോണമീസ് കാർബൺ എമിഷൻസ് കുറയ്ക്കുന്നു എന്നല്ല, ആ ഒരു ചുമതല നേരെ ഡെവലപ്പിംഗ് ഇക്കോണമീസിലോട്ടേക്ക് കൊടുക്കുന്നു. അതായത് ഒരു ട്രേഡിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, then that is certain types of pollutants declined as an economy industrialized. For example, sulfur dioxide levels decreased in the United States with increased regulation even as the number of cars on its roads had steadily increased. അല്ലെങ്കിൽ ഇവിടെ നോക്ക്, സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പൊല്യൂട്ടന്റ് ആണ്. ഈ സൾഫർ ഡയോക്സൈഡിന്റെ ലെവൽസ് റെഗുലേറ്റ് ചെയ്യാണ്. ഈവൻ ദോ എങ്ങനെ ഒരു അവിടുത്തെ കാർസിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി റേറ്റിൽ നിൽക്കുകയാണ് എങ്കിൽ പോലും സൾഫർ ഡയോക്സൈഡിന്റെ ലെവൽസ് ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ദാറ്റ് ഷോക്കേസസ് ദാറ്റ്
ട്രേഡിംഗ് ആണ് നടക്കുന്നത്. അവര് ഡെവലപ്ഡ് ഇക്കോണമി ആയിട്ടുള്ള US ഡെവലപ്പിംഗ് ഇക്കോണമീസിലോട്ടേക്ക് ഈ ഒരു ബേർഡൻ എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ വാട്ട് വിൽ ഹാപ്പൻ, ഇവരുടെ ഇവിടെ സൾഫർ ഡൈ ഓക്സൈഡിന്റെ ലെവൽസ് ഡിക്രീസ് ചെയ്യുന്നു, ഈവൻ ദോ ദർ ഈസ് നമ്പർ ഓഫ് കാർസ് വിച്ച് ഈസ് സ്റ്റെഡ്ലി ഇൻക്രീസിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാർബൺ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ കാർബൺ എമിഷൻസ് കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ കാർബൺ എമിഷൻസ് കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഡെവലപ്പിംഗ് ഇക്കോണമീസിൽ നിന്ന് കുറച്ചും കൂടി അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പിംഗ് ഇക്കോണമീസിന് സബ്സിഡൈസ് ചെയ്തുകൊണ്ട് കാർബൺ എമിഷൻസ് കൂട്ടുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ ബേർഡൻ കുറച്ചും കൂടി ഡെവലപ്പിംഗ് ഇക്കോണമീസിലോട്ടേക്കാണ് മാറുന്നത്. Then rise and fall of the environmental Kuznets curve. When the Kuznets curve is applied to environment, it is called the environmental Kuznets curve. നമ്മൾ already പറഞ്ഞു Kuznets curve environmentലോട്ടേക്ക് apply ചെയ്യുമ്പോൾ അത് environmental Kuznets curve. Thus, the environmental Kuznets curve is the adaptation of Simon-Kuznets curve. Then, the environmental Kuznets curve is a hypothesized relationship between various indicators of environment degradation or deterioration and per capita income. Per capita income അതേപോലെ environmental factors which cause deteriorations to it. ആ ഫാക്ടേഴ്സും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് environmental Kuznets curve എന്ന് പറഞ്ഞിരിക്കുന്നത്. Then ഇവിടെ നോക്ക്, per capita income increase ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻഡസ്ട്രിയലൈസേഷൻ ഇറയിൽ വരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് എൻവയോൺമെന്റൽ ഡീകേ ഉണ്ടാവുന്നു. ഒരു പർട്ടിക്കുലർ ടേണിംഗ് പോയിന്റ് വരുന്നത് വരെ ഈ എൻവയോൺമെന്റൽ ഡീകേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പുതിയ ടെക്നോളജീസും പുതിയ കാര്യങ്ങളും ഒക്കെ വരുന്നു. അതുപോലെ തന്നെ കുറെ മണി സപ്ലൈ ഉണ്ടാവുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഡീകേ ആയിട്ടുള്ള എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ. പക്ഷെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ദ environment Kuznets curve again follows the growth in per capita income from low to higher levels, but instead of graphing this against income inequality, a new variable is taken, that is pollution അല്ലെങ്കിൽ deterioration എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻകം ഇൻഇക്വാലിറ്റിക്ക് പകരം നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടർ എടുത്തിട്ട് പെർ ക്യാപിറ്റ ഇൻകം തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ക്ലിയർ. കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി സംസാരിക്കാം. എക്സ് ആക്സിസിൽ നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം ആണ് പറയുന്നത്, വൈ ആക്സിസിൽ നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വിച്ച് കോസ് ഡീഗ്രഡേഷൻ ടു ഇറ്റ്, ആ ഫാക്ടേഴ്സിലാണ്. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ പൊല്യൂഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്ക്, പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യാണ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഡീകേയും ഇൻക്രീസ് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ എറയിലാണ് ആ സമയത്ത് നിൽക്കുന്നത്. സോ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് എൻവയോൺമെന്റൽ ഡാമേജ് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് എത്തിക്കഴിയുമ്പോഴത്തേക്കും പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡീകേ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോസസ് ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ടേക്ക് എത്തിക്കഴിയുമ്പോൾ എൻവയോൺമെന്റൽ ഇംപ്രൂവ്മെന്റ് ആണ് പിന്നീട് ഉണ്ടാവുന്നത്. അതായത് പുതിയ ടെക്നോളജിയും മണി സപ്ലൈയും ഇൻക്രീസ് ചെയ്യുകയാണ്. ആ സമയത്ത് എൻവയോൺമെന്റൽ ഇംപ്രൂവ്മെന്റ് ആണ് പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസിന്റെ കൂടെ സംഭവിക്കുന്നത്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ സെഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി കമന്റ് so I can clarify it. Thank you so much and God bless.